ഹായ് ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണേ. അങ്ങനെയെങ്കിലും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെറിയ യൂട്യൂബേഴ്സ് ഉണ്ട്. ആദ്യമൊന്നും എനിക്കങ്ങനെ അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ യൂട്യൂബ് തുടങ്ങിയിട്ട് അതിലിപ്പോൾ എന്താ ആവുന്ന, അവർക്കിപ്പോൾ എന്താ കിട്ടുന്നത്, പൈസ കിട്ടുമെന്നറിയാം, പക്ഷെ അത് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ കാണുമ്പോൾ ഒക്കെ നമ്മളങ്ങനെ ഫേമസ് അല്ലാത്തവരൊന്നും ഞാൻ കാണാറൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ പക്ഷെ എനിക്കത് മനസ്സിലായി, ചെറിയ യൂട്യൂബേഴ്സൊക്കെ വാച്ച് അവർ ആവാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു 5 മിനിറ്റ് അത് കണ്ട് സഹായിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു 5 മിനിറ്റ് ആ 4000 മണിക്കൂറിൽ ആഡ് ആവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും അത് എനിക്കങ്ങനെ വിശാല മനസ്കതയാണെന്ന് പറയല്ല ഞാൻ, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും ഞാൻ കാണാറുണ്ട്. വലിയ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ലോങ് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ അങ്ങനെ നല്ല മനസ്സുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം എനിക്കും അതൊരു സപ്പോർട്ട് ആവുമല്ലോ. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 1000 വാച്ച് അവർ കഴിഞ്ഞിട്ടുണ്ട്, 1000 കഴിഞ്ഞു. പക്ഷെ എനിക്ക് എന്താ പേടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിട്ട് വേറെ വീഡിയോസ് ഒന്നും ക്ലിക്കായില്ല. 5K ഒക്കെ കിട്ടിയ വീഡിയോ ഉണ്ട് കേട്ടോ, അതൊന്നേ ഉള്ളൂ. ഒരു വീഡിയോ 5K, ഒരു വീഡിയോ 1K അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ വേറൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ അത് എന്തായാലും നമുക്കിപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് 4000 മണിക്കൂർ യൂട്യൂബ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 1000 സബ്സ്ക്രൈബും 4000 വാച്ച് അവറാണ് യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ലോങ് വീഡിയോസിന് കേട്ടോ, ഞാൻ ഷോർട്സിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ലോങ് വീഡിയോസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2.5 മാസം കൊണ്ട് എനിക്കിപ്പോൾ അത് 1000-ന് മേലെ വാച്ച് അവറും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോഴത്തേക്ക് ഞാൻ പറയാം 1000-ന് മേലെ 1300-ൻ്റെ അടുത്ത് വാച്ച് അവർ കിട്ടിയിട്ടുണ്ട്. പിന്നെ 1000 സബ് നേരത്തെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ, എന്തായാലും ഇപ്പം നമ്മൾ 4000 വാച്ച് അവർ ആയ നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വരുമോ എന്നാണ് എനിക്ക് പേടി. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ, ഞാൻ എൻ്റെതായ പേഴ്സണലായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കല്ല ഇത്രയും വാച്ച് അവർ കിട്ടിയിട്ടുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ആകെ 1-2 വീഡിയോയ്ക്കാണ് 5K 1K ഒക്കെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ബാക്കി വീഡിയോയ്ക്ക് 200, 300, 400 അങ്ങനെ വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ തീരെ ഇല്ല. അതുകൊണ്ട് തീരെ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ വ്യൂസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്, എന്തെങ്കിലും ആയിട്ട് വീഡിയോ ഇടുന്നത്. ഞാൻ വീട്ടിൽ പോയി 2 ആഴ്ച വീഡിയോ ഇടാതിരുന്ന സമയം കൊണ്ടാണ് എൻ്റെ ചാനൽ ഫ്രീസ് ആയിപ്പോയത്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇടുന്നത്. എല്ലാവരും വലിച്ചുവാരി ഇടരുതെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോൾ ചാനൽ അങ്ങനെ വലിച്ചുവാരി ഇടണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയ സമയത്ത് അങ്ങനെ ഇടാതിരുന്നത്. പക്ഷേ അതെനിക്ക് പണി കിട്ടി, ഇപ്പം എൻ്റെ ചാനൽ ഫ്രീസ് ആയി പോയിട്ടാണുള്ളത്. അപ്പോൾ എനിക്ക് 50-ന് മുകളിലോട്ടൊക്കെ വ്യൂസ് കിട്ടണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടും എന്ന് പറഞ്ഞതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇപ്പം 60K ആവാനായിട്ടുണ്ട്. 60K എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ അത്രയൊക്കെ ആയോന്ന്. 60K ആവാനായിട്ടുണ്ട്. അതൊരു 3 മിനിറ്റുള്ള 3 പോയിന്റ് എത്രയോ മിനിറ്റുള്ളൊരു വീഡിയോ ആണ്, 3-4 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇനി റീയൂസ്ഡ് കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ മോണിറ്റൈസേഷൻ വന്നിട്ടത് കയ്യിൽ നിന്ന് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എനിക്കറിയാം അത് റീയൂസ്ഡ് ആയി പോവോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. ചിലർ പറയുന്നുണ്ട് റീയൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേങ്കിൽ ചിലർ പറയുന്നുണ്ട് നമ്മളതിൽ കുറേ വ്യത്യാസം വരുത്തുന്നതുകൊണ്ട് ചിലപ്പോൾ റീയൂസ്ഡ് ആവില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ ഇങ്ങനെ കോമഡി ആയിട്ടുള്ള, അത് ഞാൻ വെറുതെ ഒന്ന് കുറച്ച് വ്യൂസ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ എടുത്തിട്ടൊരു വീഡിയോ, വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തിട്ടൊരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ വ്യൂസ് അല്ല, നമ്മളിപ്പോൾ ഒരു കുറച്ച് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് സബ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിട്ട് ഞാനൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. പക്ഷേങ്കിൽ ആ വീഡിയോ ഇപ്പോൾ 60K ആയി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, 60K ആയി. പക്ഷെ ആ ഒരു വീഡിയോ കൊണ്ടാണ് എനിക്ക് ഇത്രയും വാച്ച് അവർ കയറുന്നത്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ വീഡിയോസ് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട്, ഇങ്ങനെ കുറേ ആനിമൽ ഫണ്ണി വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് മിക്സ് ആക്കിയിട്ട് ഞാനൊരു 3 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് ഷോർട്സിലേക്ക് പോകും. അപ്പോൾ ഞാനത് 3 മിനിറ്റിൽ 4 മിനിറ്റിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ അങ്ങനെ ഒരു ലോങ് വീഡിയോ പോലെ വെർട്ടിക്കലായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇത്രത്തോളം പോകും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഇട്ടൊരു വീഡിയോ അതിപ്പോൾ 60K 54K ഇപ്പോൾ 55K നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് 60 ആവും. അതിന് ഇത്ര നേരമൊന്നും വേണ്ട, പെട്ടെന്നാണ് ആവുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയുന്നില്ല ഇതിനെ കൊണ്ടിപ്പം എനിക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ഉണ്ടാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ റീയൂസ്ഡ് ആയി പോയില്ലെങ്കിൽ എനിക്കതൊരു വലിയ ഉപകാരം തന്നെയാണ്. പക്ഷേങ്കിൽ എന്തൊക്കെ പറയാൻ, നമുക്കിപ്പം അഥവാ മോണിറ്റൈസേഷൻ കൊടുത്തു കഴിഞ്ഞ് മോണിറ്റൈസേഷൻ കിട്ടിയാലും നമുക്കിപ്പോൾ വ്യൂസ് ഇല്ലാതെ നമുക്ക് ഏണിങ്സ് കിട്ടില്ല. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം എനിക്ക് അത് റീയൂസ്ഡ് ആയി പോകുമെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഞാൻ വന്ന് പറയുന്നതാണ്. കൂടിപ്പോയത് അതിപ്പോൾ സ്റ്റെക്കായിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60K ലോഡിംഗ് ആണ്. അപ്പം അത് ഞാൻ എപ്പോൾ സ്റ്റെക്കാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ വാച്ച് അവർ എത്രത്തോളം ആയി അതിനെക്കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അഥവാ എനിക്ക് അത്രത്തോളം മോണിറ്റൈസ് ആവാനുള്ളത് ഏകദേശം ആയിട്ടുണ്ടോ ഒക്കെ ഞാൻ വന്ന് പറയാം. ഇനിയിപ്പോൾ അഥവാ ഞാൻ കൊടുത്തെങ്കിൽ തന്നെ അത് റീയൂസ്ഡ് ആയിപ്പോയോ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഇനിയും ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്ക് പേടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഞാൻ വെറുതെ ഇടുന്ന വീഡിയോ കയറി പോകുന്നുണ്ടല്ലോ, അപ്പം ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെതായ വീഡിയോ ഇടുമ്പോൾ കയറി പോകുന്നില്ല, എത്ര നല്ല വീഡിയോ ഇട്ടാലും കയറുന്നില്ല. പക്ഷെ ആ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് ഇത്ര കയറി പോകുന്നതെന്നും എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പം ഞാനത് റീയൂസ്ഡ് ആയോ ഇല്ലയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഉപകാരമുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഞാനിപ്പം അത് വീഡിയോ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അതിൽ എൻ്റെതായ ഇതിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുള്ള കുറേ ട്യൂൺസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്, അല്ലാതെ ആദ്യത്തെ സൗണ്ട് തന്നെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കോപ്പിറൈറ്റ് നോക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലും ക്രോമിലൊക്കെ പോയിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷെ അതിലൊന്നും കോപ്പിറൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേങ്കിൽ നമുക്ക് റീയൂസ്ഡ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ കുറേ നോക്കി, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ അത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഇപ്പോൾ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാം. ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും ചിലരെങ്കിലും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് വേറൊരു സാധനമില്ല. ഞാൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നതല്ല, നമുക്കിപ്പോൾ വേണമെന്ന് വെച്ചാൽ വാങ്ങാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എത്ര പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പം പൈസ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്, അനാവശ്യത്തിനല്ല, ആവശ്യത്തിനുള്ള പൈസ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ആ സാധനം വാങ്ങാത്തത്? ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ 4 വർഷമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഞങ്ങളിവിടെ ഒരു കട്ടിൽ പോലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ വേറെ റൂമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പം ഇപ്പം നിൽക്കുന്ന റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ക്രിസ്മസ് അപ്പൂപ്പം വരുന്നുണ്ട്. നമ്മളവിടെയൊക്കെ എല്ലാ ദിവസവും ഒന്നും വരില്ല കേട്ടോ. നമ്മളവിടെയൊക്കെ 24-ാം തീയതി 23-ാം തീയതി കരോള് വരുന്നത്. ഇവിടെ പക്ഷെ ഞാൻ നോക്കിയിട്ട് ഡിസംബർ 1 മുതൽ കരോളാണ്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണെങ്കിലും കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ മനസ്സിലാർക്കും തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ 4 വർഷമായി വന്നിട്ട്, പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള 1-2 പാത്രങ്ങളും ചോറ് വെക്കാനും കറി വെക്കാനും ഓരോ പാത്രങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനാണെങ്കിൽ 2 പാത്രം അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾക്കുള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ ടിവിയോ ഫ്രിഡ്ജോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല കേട്ടോ. കട്ടിൽ പോലും ഇല്ലായിരുന്നു. കട്ടിൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴെ ഹോസ്പിറ്റലായിരുന്നു, ഒരു ചെറിയ ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കട്ടിലെടുത്തിട്ടാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ആരും ഇങ്ങനെ വലിയ ഇതൊന്നുമല്ല കേട്ടോ, അങ്ങനെ വെറുതെ ട്രീറ്റ് അങ്ങനത്തെ ഒരു. അപ്പോൾ ഇവിടെ മേലെ ഇങ്ങനെ സ്റ്റുഡൻസ് അല്ല, ഇവിടെ താഴെ വർക്ക് ചെയ്യുന്നവർ നിൽക്കുന്ന ഒരു കട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ വേറെ കട്ടിൽ വാങ്ങാനോ ഒന്നും നിന്നിട്ടില്ല. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ണൻ്റെ പണി എന്ന് പറഞ്ഞാൽ സ്ഥിരമല്ല, ഒന്നും നമുക്ക് സ്ഥിരമല്ല. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ 500-600 കിലോമീറ്റർ പോകുമ്പോൾ എന്തായാലും ഇത് മൊത്തം ഏറ്റിക്കൊണ്ട് പോകുക എന്നുള്ളത് നമുക്ക് റിസ്ക്കാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഒരു വണ്ടി വിളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു പോക്കൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു പോക്കൊക്കെയാണ് ഞങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ വണ്ടിക്ക് അത്ര പൈസ കൊടുക്കാൻ 600 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും 10-30,000-ൻ്റെ മുകളിൽ വരാനേ ചാൻസുള്ള ഒരു പിക്കപ്പൊക്കെ വിളിക്കണമെങ്കിലൊക്കെ. അപ്പം അതൊക്കെ റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു സാധനം വാങ്ങാത്തട്ടോ. അല്ലാതെ നമുക്ക് അങ്ങനെ ഇല്ലായ്മ പറയുന്നതല്ല, ഇല്ലായ്മ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വിചാരിച്ച പണിയുണ്ട്, ആവശ്യത്തിന് പൈസ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ വാങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമുക്കിവിടെ നിന്ന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. എത്ര പേര് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. കാരണം നമുക്കത് ശീലമാണ്, എല്ലാം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ളതിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിവിടെ ഇതില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ്. ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം പാത്രങ്ങളൊക്കെ ആണെങ്കിലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ റൂമാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു റൂമും ഒരു ഹോളും, ആ ഹോളിൻ്റെ സൈഡിലാണ് കിച്ചണായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ റൂമൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഹോം ടൂറൊക്കെ ഞാൻ കാണിച്ചേനെ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എന്തൊക്കെ ആയാലും എൻ്റെ വീഡിയോസ് ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. തിരിച്ച് നല്ല എനിക്ക് ഇങ്ങോട്ട് എൻ്റെ യൂട്യൂബിൽ
ഏതൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് വീഡിയോസ് വരുന്നുണ്ടോ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഞാൻ എടുത്ത് കാണാറുണ്ട് കേട്ടോ. അപ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണാനൊന്ന് ശ്രമിക്കുക. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിനെക്കൊണ്ടും. ഞാനിപ്പോൾ ചെയ്യുന്നതന്നെ ഞാൻ എൻ്റെ മോൻ ഉറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇവിടുത്തെ പണിയുണ്ട്, പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്ന് എന്തെങ്കിലും നമുക്ക്, എല്ലാവരും വെറുതെ ആരും യൂട്യൂബ് തുടങ്ങില്ലല്ലോ, എന്തെങ്കിലും ഒരു കയ്യിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. മെസ്സേജിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ ആരാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളതെന്നോ അഥവാ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും സബ് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ 2K ഒക്കെ സബുള്ളവർ നമുക്ക് തിരിച്ച് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. 2K സബ് കിട്ടിയെന്ന് വെച്ചിട്ട് ഒന്നും ആവാനില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ് തിരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ മെസ്സേജ് അയക്കുക, കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ തിരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.